ഇന്ന് ഞാൻ ചെറിയ വ്യത്യാസമായിട്ട് ഒരു രസം ഉണ്ടാക്കാനാണ് പോകുന്നത്. അതെന്താ വെച്ചാൽ ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഇരുമ്പാമ്പുളി പറയും പാലക്കാട്. അപ്പോൾ ഇരുമ്പാമ്പുളിയും തക്കാളി പിന്നെ ഇതാ നമ്മുടെ വറ്റൽമുളക്, ജീരകം, വെളുത്തുള്ളി, കരിവേപ്പില ഇത് വെച്ചിട്ട് ഒരു രസം ഉണ്ടാക്കാൻ പോവുകയാണ്. നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇരുമ്പാമ്പുളി പൊടിയായി മുറിച്ചിടുക, തക്കാളി മുറിച്ചിട്ട് നന്നായിട്ട് ഇത് നമ്മൾ മിക്സിയിൽ വെളുത്തുള്ളി, മുളകും, കരിവേപ്പിൻ്റെ ഇലയും ജീരകവും കൂടെ ഒന്ന് ചതച്ചിട്ട് എല്ലാം കൂടെ വെള്ളം ചേർത്ത് നന്നായി കൈയോട്ട് ഞെരടിയെടുക്കണം. അതിലാണ് സ്വാദുള്ളത്. അത് ഞെരടിയെടുത്ത ശേഷം നമ്മളൊന്ന് തിളപ്പിക്കാൻ വെച്ച് അതിൽ ടേസ്റ്റ് ഉപ്പും മുളകും ഒക്കെ നോക്കി കുറച്ച് പരിപ്പിൻ്റെ വെള്ളം കുറച്ച് പരിപ്പിൻ്റെ വെള്ളം ഒഴിച്ചത് പൊങ്ങാൻ വിട്ട് മല്ലിയിലയും കരിവേപ്പിൻ്റെ ഇല ഇട്ടാൽ നന്നായിരിക്കും, നല്ല സ്വാദായിരിക്കും. ഇതപ്പോൾ രസത്തിനുള്ള ഇരുമ്പാമ്പുളി തക്കാളിയും കൂടി നല്ല വെള്ളത്തിൽ ഇനി ഒന്നും കൂടെ കൈകൊണ്ട് നല്ല മയത്തിൽ ഇതാക്കണം. പിന്നെ ഇതാ പൊടിച്ച് വെച്ചത് കേട്ടോ, വെളുത്തുള്ളി, മുളക്, കരിവേപ്പിൻ്റെ ഇല, ജീരകം ഇത് പൊടിച്ച് വെച്ചത്. ഇതെല്ലാം കൂടെ നന്നായിട്ട് കൈയോട് നന്നായി സ്മാഷ് ചെയ്ത് കുറച്ച് വെള്ളമാരി ആക്കിയിട്ട് ഒന്ന് നന്നായി തിളപ്പിക്കാൻ വെക്കുക. ഉപ്പ് ഇടണം, മഞ്ഞൾപ്പൊടി ഇടണം. തിളപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ മല്ലിയില ഇട്ടാൽ കടുക് വറുത്ത് കൂട്ടിയാൽ നമ്മുടെ സൂപ്പർ രസമായിട്ട് നമ്മുടെ തനി പുളി ഇല്ലാത്ത ഇരുമ്പാപ്പുളി വെച്ചിട്ടുള്ള രസം. ഇത് ഇരുമ്പാമ്പുളിയും തക്കാളിയും ഒക്കെ രസക്കൂട്ട് ഞാൻ അടുപ്പത്തി വെച്ചിട്ടുണ്ട്. ഇത് നന്നായി വെട്ടി തിളയ്ക്കണം. എന്താ വെച്ചാൽ ഇരുമ്പാമ്പുളി ഇപ്പോൾ കിട്ടിയ മാക്സിമം നമ്മൾ യൂസ് ചെയ്യാൻ നോക്കണം. സാധാരണ പുളിയെക്കാട്ടിലും ഇതിൽ അയൺ കണ്ടൻസ് കൂടുതലാണ്. അപ്പോൾ ഇരുമ്പാമ്പുളിയുടെ രസം ഉണ്ടാക്കി നോക്കുക എല്ലാവരും. ഇനി അതിനെ ഒന്ന് താളിച്ചിടുക വേണം. രസം ഇപ്പോൾ നന്നായി തിളച്ചു. ഇനി ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് നമുക്ക് വറുത്ത് കൊട്ടാം. ഇനി രസത്തിനുള്ളത് വറുത്ത് കൊട്ടാം. കടുക്, ജീരകം, രസം റെഡിയായി.